നമസ്കാരം. വീണ്ടും മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. മാർക്കറ്റ് 2 ദിവസം കൊണ്ട് കയറിക്കൊണ്ടിരിക്കുന്നു. ഇന്നും കയറിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കയിൽ തീർച്ചയായിട്ടും റേറ്റ് കട്ട് ഇരിക്കും എന്ന ഒരു കാരണത്താലാണ് മാർക്കറ്റ് കയറുന്നു. ഡോളറിന് ഒരേടിയ വിറ്റ കാരണം 90ൻ്റെ താഴെ പോയിരിക്കുന്നു. 89, 60ൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. ഇന്ന് നിങ്ങൾ വാങ്ങാൻ പോയെങ്കിൽ ഇന്നും അത് 90ൻ്റെ അടുത്ത് തന്നെ ഇരിക്കും. ഗോൾഡ് ഓൾ ടൈം ഹൈ ടച്ച് ആയിരിക്കുന്നു. മാർക്കറ്റിൽ 4400 ക്രോസ് ആയിട്ടുണ്ട്. സ്പോട്ടിൽ 4385 അടുത്തിരിക്കുന്നു. മെഡ്രാസിൽ, അതായത് ഇന്ത്യയിൽ മെഡ്രാസിൽ 12550 ആണ് ഓൾ ടൈം ഹൈ. നമുക്ക് ഈവനിങ് ആകുമ്പോൾ 12550 പോകുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ റാലി കണ്ടിന്യൂ ആയെങ്കിൽ ഡെഫിനറ്റായിട്ട് ഈ വേൾഡ് ഗോൾഡ് കൗൺസിൽ ഇന്ന് റേറ്റിന് തീർച്ചയായിട്ടും സ്വർണം പോകും. 19,000 കഴിഞ്ഞു പോകും. തീർച്ചയായിട്ടും രൂപ തിരികെ പ്രഷറിൽ വരും. FIR സെല്ലിംഗ് വന്നിട്ട് കുറയത്തില്ല. സോ ഓവറാളാണ് ഇതിന് നോക്കിയെങ്കിൽ ഇന്നലെ ഇതിന് ഒരു റിലീഫ് റാലി പോലെ കാണാം. ഈ റിലീഫ് റാലിയിൽ തിരികെ ഒരു സെല്ലിംഗ് പ്രഷർ വരും. സമയം വേവ് ഓഫ് ദി റേ IPO വന്നുകൊണ്ടേയിരിക്കും. 2026 2,60,000 കോടി IPO വരാൻ പോകുന്നു. അതാണ് ഇന്നുള്ള ന്യൂസ്. കയറായിരിക്കുന്നു മാർക്കറ്റിൽ. ഇതുപോലത്തെ ഒരു മാർക്കറ്റിൽ ഇന്ന് എന്താണ് ന്യൂസ് എന്ന് നമുക്ക് നോക്കാം. ഇന്നലെ ഡോളർ വന്നിട്ട് ഓവറാളാണ് വിളിഞ്ഞിരിക്കുന്നു. എന്തെന്ന് വെച്ചാൽ റേറ്റ് കട്ട് വരുമെങ്കിൽ ഡോളറിൻ്റെ വാല്യൂ കുറയും. ബ്രിട്ടീഷ് പൗണ്ട് ഓൾറെഡി റേറ്റ് കട്ടിനെ ഇംഗ്ലണ്ടിൽ ചെയ്തിരിക്കുന്നു. 2 സ്ഥലങ്ങളിൽ മേജർ മാർക്കറ്റിൽ ഒന്ന് റേറ്റ് കട്ട് ആയിരിക്കുന്നു. ഇന്നൊരു സ്ഥലത്തിൽ റേറ്റ് കട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നു. ജപ്പാനിൽ ഞാനിവിടെ കാറിക്കുടി വരുന്ന മുമ്പേ റേറ്റ് കയറ്റുമെന്ന് ഞാൻ പറഞ്ഞു. ആ റേറ്റിനെ ഡെഫിനറ്റായിട്ട് അവർ കയറ്റിയിരിക്കുന്നു. പക്ഷേ മാർക്കറ്റ് ഇന്നും അതിനൊരു 0.5% കയറ്റണമെന്ന് എതിർനോക്കുന്നു. 1.25 വരേക്കും ജപ്പാനിൽ റേറ്റ് കയറ്റിയാൽ തന്നെ മാർക്കറ്റ് നമ്മൾ പറയുന്ന പോലെ കേൾക്കുമെന്ന് വിചാരിക്കുന്നു. എന്തെന്ന് വെച്ചാൽ എണ്ണും വീക്കായിട്ടുണ്ട്. ഈൽഡും വലുതായിട്ട് റിയാക്ട് ഒന്നും ആയില്ല. അപ്പോൾ ജപ്പാനിൽ ഇന്നും ഒരു വലിയ റേറ്റ് ഇൻക്രീസിന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാം. അമേസോണിൽ നിന്ന് ഒരു മനുഷ്യൻ ജോലി റിസൈൻ ചെയ്യുന്നതുകൊണ്ട് സ്റ്റാർബക്സ് ചീഫ് ടെക്നോളജി ഓഫീസറായിട്ട് ചേർന്നിരിക്കുന്നു. ഈ സ്റ്റാർബക്സ് വന്നിട്ട് ആക്ച്വലി ഈ യൂണിയൻ പോലത്തെ ഒരു പ്രോബ്ലത്തിലാണ് അത് അകപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിൽ ഞങ്ങൾ പ്രോഫിറ്റബിൾ ആയിട്ടല്ല. ഡ്രിങ്ക്സിനെ കുറച്ച് ലോക്കലൈസ് ചെയ്യണം. അതുവരയ്ക്കും എക്സ്പാൻഷൻ നിർത്തി വയ്ക്കുമെന്ന് ടാറ്റ കൺസ്യൂമറും പറഞ്ഞിരിക്കുന്നു. സ്റ്റാർബക്സിന് ലോകം ഫുള്ളും പ്രോബ്ലം ഇരിക്കുന്നു. ഇന്ത്യയിലും ഒരു പ്രോബ്ലം ഉണ്ട്. ഇന്ത്യ പ്രോബ്ലമിനെ ഇങ്ങനെ അവർ സോൾവ് ചെയ്യും. ടൈറ്റൻ ഇങ്ങനെ റേറ്റ് കയറിയതിന് മെയിൻ റീസൺ വന്നിട്ട് തനിഷ്കാണ്. ഗോൾഡിനെ വിശ്വസിച്ച് തന്നെ ഇത്രയും ദൂരം ടൈറ്റൻ കയറിയിരിക്കുന്നു. ടൈറ്റൻ ഒറിജിനലാണ് സ്റ്റാർട്ട് ചെയ്തത് സെർഗ് ദേശായിയും JRD ടാറ്റയും വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വാച്ചിൻ്റെ കാമ്പൗണ്ട് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സ്പോർട്ട് ചെയ്താൽ തന്നെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിതറി ചെയ്യാൻ തുടങ്ങിയതാണ് ഈ തനിഷ്ക്. എന്ത് പറയണമെന്ന് എന്നാൽ ഇന്ന് 2 വർഷത്തിൽ ഈ വാച്ച് ബിസിനസ് തന്നെ സെപ്പറേറ്റ് ആയിട്ട് $1 ബില്യൺ താണ്ടി പോകും എന്നാണ് പറയുന്നത്. ഇപ്പം ടൈറ്റനിൽ പല റേഞ്ച് ഓഫ് ബിസിനസ്സസ് ഇരിക്കുന്നു. ഇന്ന് വാച്ച്, ഒന്ന് തനിഷ്ക്, മൂന്നാമത് വന്നിട്ട് ക്യാരറ്റ് ലൈൻ, ടൈറ്റൻ I+, തനേര, ഭൂമി, ഇവിടെ പല ബ്രാൻഡുകൾ വരുന്നു. അവർ സക്സസ്ഫുള്ളായിട്ട് അവർ സ്കെയിൽ ചെയ്തുകൊണ്ട് പോകുന്നു. ആക്ച്വലി ഈ ബിസിനസ് ഒക്കെ നിങ്ങൾ വാല്യുവേഷൻ ബൈ പാർട്സ് നോക്കിയെങ്കിൽ വേറെ ലെവലിൽ അവർക്ക് വാല്യുവേഷൻ വരും. പക്ഷെ കൺസോളിഡേറ്റഡ് ആയിക്കോളും നിങ്ങൾ നോക്കിയെങ്കിൽ ഏർണിങ്സ് അത്രയും ഇല്ല. ഏർണിങ്സ് പ്രൈമർലി ഡ്രിവൺ ബൈ തനിഷ്കാണ് ഇന്ന്. പക്ഷേ അത് കാരണം ഇന്നത്തെ റേറ്റിൽ 70 ടൈംസ് ഏർണിങ്സ് ആണ്. സോ ഇതിനെ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ മാർക്കറ്റ് എന്ത് വിചാരിക്കുന്നു എന്നാൽ അതിൻ്റെ ബ്രാൻഡ് സോയ തനിയായിട്ട് ഒരു വാല്യൂ, മിയ ഒരു സെപ്പറേറ്റ് വാല്യൂ, ടൈറ്റൻ I+ ഒരു തനി വാല്യൂ, ഇതൊക്കെ എല്ലാത്തിനും തനിത്തനിയായിട്ടൊരു വാല്യുവേഷൻ ഇടണം എന്നാണ് അവർ പറയണത്. ടാറ്റ പാസഞ്ചർ വെഹിക്കിളിൽ സഫാരി വളരെ സക്സസ്ഫുള്ളായിട്ട് പോയതിൻ്റെ ശേഷം ഐലേഷ് ചന്ദ്ര എന്ന ആളിനെ ഒരു ഇൻ്റർവ്യൂ എടുത്തിരിക്കുന്നു. അവർ തന്നെ മാനേജിങ് ഡയറക്ടർ. അവരിപ്പോൾ 2017-18 ഇങ്ങനെ നമ്മൾ ഇലക്ട്രിക് കാർ ഫുള്ളായിട്ട് പോകേണ്ടത് ഇങ്ങനെ നമ്മൾ ചേഞ്ച് ചെയ്തു എന്നതിനെക്കുറിച്ച് അവരുടെ സ്റ്റോറിയിൽ നിന്ന് ബിസിനസ് ലൈനിൽ എഴുതിയിരിക്കുന്നു. 100 ദിവസത്തിൽ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് 10,000 കാർ വാങ്ങാൻ പോണതായിട്ട് പറഞ്ഞു. ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ഞങ്ങൾ റെഡി ചെയ്യാൻ വേണ്ടിയിട്ട് ആ ചാലഞ്ച് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് ജോലി ചെയ്തായിരുന്നു. അതിന് ചന്ദ്രശേഖർ നല്ല സപ്പോർട്ട് തന്നു. അങ്ങനെ തന്നെ ഞങ്ങൾ ഇലക്ട്രിക് കാർ ജേർണി സ്റ്റാർട്ട് ആയത്
എന്ന് പറഞ്ഞായിരുന്നു. ഇതിലും അവരെന്ത് പറഞ്ഞില്ല എന്ന് വെച്ചാൽ ഈ ഹൈബ്രിഡ് വണ്ടിക്ക് എന്താണ് ചെയ്യാൻ പോകുന്നു എന്നതിനെക്കുറിച്ച് പറഞ്ഞില്ലായിരുന്നു. ഒരു സ്ഥലത്തിൽ അവർ എന്ത് പറഞ്ഞിരുന്നു എന്നാൽ ആവശ്യപ്പെടുവാണെങ്കിൽ ടെക്നോളജി റെഡി ആയിട്ടിരിക്കുന്നു, നിങ്ങളെ കൊണ്ട് കൺസിഡർ ചെയ്യാൻ പറ്റും എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ ടൊയോട്ടോയുടെ വലിയ സക്സസ് ഹൈബ്രിഡ് വെഹിക്കിൾസ് ആണ്. അടുത്തെയും ടൊയോട്ടയ്ക്ക് ബാച്ച് മാനുഫാക്ചറിങ് ചെയ്ത് ഹൈബ്രിഡ് വണ്ടിയിൽ സ്ട്രോങ് ആയിരിക്കുന്നു. ടാസ് ഹൈബ്രിഡിൻ്റെ അടുത്ത് പോകുമോ പോകത്തില്ലയോ എന്ന് $1 മില്യൺ ചോദ്യം. സ്പെഷ്യലി ഫോർഡ് വന്നിട്ട് ഇനിമേൽ ഞങ്ങൾ ഇലക്ട്രിക് കാർ ചെയ്യാൻ പോകുന്നില്ല എന്ന്, ഹൈബ്രിഡിൻ്റെ ഫ്യൂച്ചർ എങ്ങനെ ഇരിക്കും ഇതൊരു ചോദ്യമായിരിക്കുന്നു. ഇതിന് ഇന്നും ഒരു ഉത്തരം പറഞ്ഞില്ല അവർ. ഇന്നും ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ് ഫ്യൂച്ചർ എന്ന് പറയുന്നു. അവരൊക്കെ ന്യൂസിനെ വളരെ ശ്രദ്ധിച്ചുണ്ടോ? ഇതൊക്കെ ഒരു വലിയ ന്യൂസ് വന്നിട്ടുണ്ട്. ഇന്ന് ഫ്രൈഡേ നൈറ്റ് അമേരിക്കൻ വന്നിട്ട് ഇൻഫോസിസ് മാർക്കറ്റിൽ 40% കയറിയിരുന്നു. ഇത് തന്നെ പ്രൈം ന്യൂസ് ആയിട്ടിരുന്നു. അവരും ഹാപ്പി ആയിട്ട് ഇൻഫോസിസിൽ എന്തോ ഒരു ന്യൂസ് വന്നിരിക്കുന്നു, 40% കൂടിയിട്ടുണ്ട്, നമ്മൾ സന്തോഷമായിട്ട് നോക്കാം എന്ന് എല്ലാവരും വിചാരിച്ചിരിക്കും. പക്ഷേ ഇന്ന് രാവിലെ നോക്കിയെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ 2.5% തന്നെ ഇൻഫോസിസ് കയറിയിരിക്കുന്നു. ഇൻഫാക്റ്റ് ആ ബൈബാക്ക് ചെയ്ത വാല്യൂവിനെ കൂടെ ഇൻഫോസിസ് വന്നില്ല. അപ്പോൾ എന്താണ് ഇൻഫോസിസ് അമേരിക്കൻ മാർക്കറ്റിൽ മാത്രം 10% കയറിയിരിക്കുന്നു. ഞാൻ പറയുന്ന പോലെ ഈ ഷോർട്ട്സ് പീസ് എന്ന് ഞാൻ സിൽവറിനെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തത് തന്നെ ഇതിലായിരിക്കുന്നു. അമേരിക്കയിൽ എങ്ങനെയെന്ന് വെച്ചാൽ ആരൊക്കെ ഒരുപാട് സ്റ്റോക്ക് വെച്ചിരിക്കുന്നു ആ പേരിന് ആ സ്റ്റോക്കിനെ കടനായിട്ട് കൊടുക്കും. ആ കടനിനെ വാങ്ങി അവർ വിൽക്കും. ഇൻട്രസ്റ്റ് മട്ടും ഈ കമ്പനിക്ക് കൊടുക്കും. ഇവർ ചോദിക്കുന്ന സമയം തിരികെ സ്റ്റോക്ക് കൊടുക്കണം. ഒരു മേജർ പ്ലെയർ എന്ത് ചെയ്തു എന്നാൽ 35 മില്യൺ ഇൻഫോസിസ് സ്റ്റോക്കിനെ കൊടുത്തു വച്ചിരുന്നു. കടന ഒരേ ദിവസത്തിൽ അതിനെ തിരികെ താ എന്ന് ചോദിച്ചിരിക്കുന്നു. ഇൻഫോസിസ് വന്നിട്ട് വെരി ലോ വോള്യൂം ട്രേഡാണ് അമേരിക്കയിൽ. ഇന്ത്യയിൽ പക്ഷേ അതൊരു വലിയ കമ്പനി. ലോ വോള്യൂം ട്രേഡ് ഒരു ദിവസം 5-6 മില്യൺ തന്നെ ട്രേഡ് ആവും. സഡനായിട്ടാണ് 35 മില്യനെ തിരികെ താ എന്ന് ചോദിച്ചാൽ അത് 5 ദിവസത്തിൻ്റെ സ്റ്റോക്കിനെ ഒരേ ദിവസം ചോദിക്കുന്ന പോലെയാണ്. എല്ലാവരും ഷോർട്ട് കവർ ചെയ്ത് ഒരേ സമയം വാങ്ങാൻ ശ്രമിച്ച ഉടനെ സപ്ലൈ ഇല്ലാത്ത കാരണം മാർക്കറ്റിൽ അതിൽ കൂടിയായിരുന്നു. ഓപ്ഷനിൽ ട്രിഗറായി 40-50% കയറി. പിന്നെ ഇത് നൈറ്റ് അത് ശരിയാവും. അത് കാരണം ഇതൊരു പ്യൂർലി ടെക്നിക് റീസൺ എന്നതാൽ ഇന്ത്യയിൽ അത് വലുതായിട്ട് റിഫ്ലക്റ്റ് ആയില്ല. ഒരുപാട് ആൾക്കാർ അതെന്താണ് നമ്മുടെ കയ്യിൽ കിട്ടിയില്ല എന്ന് വിഷമിക്കും. പക്ഷെ അങ്ങനെ ഒന്ന് വിഷമിക്കേണ്ട. എന്തെന്ന് വെച്ചാൽ അമേരിക്കൻ ADR എന്ന് പറയുന്നത് വേറെ മാർക്കറ്റ്, ഇന്ത്യ എന്നത് വേറെ മാർക്കറ്റാണ്. ഇന്ത്യൻ സ്റ്റോക്ക് ഇസിക്കൽ ടു ഓൺലി ADR. ഇത് കാരണം ADRൽ മാത്രം തന്നെ ആ സ്പൈക്ക് ഉണ്ടായിരുന്നു. ആ സ്പൈക്ക് ഈ മാർക്കറ്റിൽ ക്യാരി ഫോർവേഡ് ആകില്ല. ഇതാണ് ഇൻഫോസിസിൽ നടന്നത്. ഇതാണ് ഇൻഫോസിസിലുള്ള ന്യൂസ്. കറൻസി ഡിവാലുവേഷനെ കുറിച്ച് വാൺ ചെയ്തിരുന്ന ഒരു പഴയ വീഡിയോ ഇന്ന് വൈറലായിട്ട് പോകുന്നു. നാളെ ഞാൻ ലിങ്ക് ഇടാൻ പറയാം. അത് എന്തുകൊണ്ട് വൈറൽ ആകുന്നു എന്നാൽ ഈ റേറ്റ് കട്ട് എന്ന പേടിയിൽ അമേരിക്കൻ ഡോളർ ഇന്നലെ വീഴുന്നായിരുന്നു. അതേസമയം ഗോൾഡിൻ്റെ വിലയും കയറി. സോ ഈ വീഡിയോ വൈറലായിട്ട് പോയി. പ്രശ്നമില്ല, ഇതുപോലത്തെ സ്ഥലങ്ങളിൽ ആ ന്യൂസൊക്കെ പോകുന്നു. രൂപ അതിപാതാളത്തിന് പോയാലും നമ്മളെ സ്ഥലങ്ങളിൽ നമ്മളതിനെ ശ്രദ്ധിക്കത്തില്ല. ടാറ്റ കമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഷെയർസ് 5% ഗില്ലി പോലെ കയറിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അശോക് ലേലാൻഡ് ഒരുപാട് വാല്യുവേഷനിലിരിക്കുന്നു. ഏതോ ഒരു എക്സ്പ്ലനേഷനിൽ എന്ത് പറഞ്ഞായിരുന്നു എന്നാൽ നമ്മളെ കൊണ്ട് അശോക് ലേലാൻഡ് ഒപ്പം ബീറ്റ് ചെയ്യാൻ പറ്റില്ല, ഇവാക്കോ മെർജർ പ്രോബ്ലം ആവും. ഞാൻ പറഞ്ഞതിന് ജപ്പാൻകാരർ നുമൂറ പറഞ്ഞതിന് ശേഷം ഇന്ന് രാവിലെ അത് ഒരു 5% കയറിയിരിക്കുന്നു. ഇപ്പം ഏസ് സബ് ഏസ് ഇതുപോലെ ഒവ്വൊരു കാറ്റഗറിയിലും അവർ ഇരിക്കുന്നു. അയ്യൻഡിലും ഇരിക്കുന്നു. ഇന്ന് ഇവാക്കോ വന്നെങ്കിൽ പല കാര്യത്തിൽ നല്ലതായി പോയിരിക്കുന്നു. സിപ്ലയർ മുമ്പ് LLEയൊപ്പം ടൈപ്പ് ചെയ്ത് ആൻറ്റി ഒബിസിറ്റി മൊഹഞ്ചറോ ഡഗിനെ ഇറക്കിയതിനെ കുറിച്ച് സംസാരിച്ചായിരുന്നു. അതേ സിപ്ലൈന് ടൈസറിനൊപ്പം ടൈപ്പ് ചെയ്ത് 2 സ്പെഷ്യൽ കാഫ് സിറപ്പിനെ ഇറക്കിയിരിക്കുന്നു. ഓൾറെഡി ഈ ബ്രീത്തിങ് ഇതിൽ ഒരു സ്ട്രോങ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സിപ്ല വന്നിട്ട് അവരുടെ പൊസിഷനെ സ്ട്രെങ്തൻ ചെയ്തിരിക്കുന്നു. അത് വന്നിട്ട് മോർ ദാൻ 20 ടൈംസ് ഏർണിങ്സിലാണ് ഇരുന്നത്. വലുതായിട്ട് റിസ്ക് എടുക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഇതിനെ ഡെഫിനറ്റായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യാം. വേദാന്തനെ വന്നിട്ട് ഇതുപോലെ സ്ട്രിക്റ്റ് ആകുവാണെങ്കിൽ ഡിവിഡൻഡ് തരത്തില്ലയാ എന്ന് ചോദിച്ചായിരുന്നു. ഇനി വേദാന്ത അഗർവാൾ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ എൻ്റെ രക്തത്തിൽ തന്നെ അത് പോയതാണ്, കടൻ വാങ്ങിയെങ്കിലും ഞാൻ ഡിവിഡൻഡ് കൊടുക്കും എന്ന കാര്യത്തിന് അവർ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്.
ഇതൊക്കെ ചുമ്മാ ഡയലോഗ്. റിയൽ മാറ്റർ എന്തെന്ന് വെച്ചാൽ 2 കമ്പനിയെ വിറ്റാൽ തന്നെ അവരെ കൊണ്ട് കടം അടയ്ക്കാൻ പറ്റും. ആ കടന് ആ റേറ്റിൽ വാങ്ങാൻ ആൾക്കാരില്ല. കാരണം പാരന്റ് കമ്പനിയിൽ കടം അടയ്ക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഡിവിഡൻഡ് വേണം. ഇതും രൂപ വന്നിട്ട് അതിപാതാളത്തിലാണ് പോകുന്നു. ബ്രിട്ടീഷ് പൗണ്ടിന് എഗെയിൻസ്റ്റ് ആയിട്ടും രൂപ ഭയങ്കരമായിട്ട് വിടുന്നു. ഇത് കാരണം ലണ്ടനിൽ വാങ്ങിയ കടന്ന് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഡിവിഡൻഡായിട്ട് കാശിന് എടുത്തുകൊണ്ടിരിക്കുന്നു. ഹിന്ദുസ്ഥാൻ സിംഗ് പോലെ ഇരിക്കുന്ന കമ്പനി, കടനേ ഇല്ലാത്ത കമ്പനീന് വാങ്ങിയെങ്കിലും ഡിവിഡൻഡ് കൊടുക്കാൻ വെച്ചവർ നമ്മൾ അഗർവാളാണ്. എൻ്റെ പോളിസി എന്തെന്ന് വെച്ചാൽ ഡിവിഡൻഡിന് വേണ്ടിയിട്ട് കമ്പനി വാങ്ങരുത് എന്നാണ് എൻ്റെ അഡ്വൈസ്. ഡിവിഡൻഡിന് വേണ്ടി കമ്പനി വാങ്ങുവാണെങ്കിൽ നിങ്ങളെ ഗതി ഗോവിന്ദ തന്നെ. ആകെ മൊത്തത്തിൽ സ്വർണം ഇന്ന് റെക്കോർഡ് ഹൈ ആണ്, ലോഹത്തിൽ റെക്കോർഡ് ഹൈ, സിൽവറും റെക്കോർഡ്. ഇത് കാരണം ഇതെല്ലാം അമേരിക്കൻ ഡോളർ വിളിന കാരണം. ഇന്നലെ കാരക്കുടിയിൽ എൻ്റെ അടുത്ത് ചോദിച്ചത് ഡോളർ കാണാതെ പോകുമോ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഡോളർ എവിടെയും പോകില്ല. ഡോളറൈസേഷന് നിങ്ങൾ വിശ്വസിക്കേണ്ട. ചൈന കറൻസിയെ നിങ്ങൾ വാങ്ങി ട്രേഡ് ചെയ്യാൻ പറ്റില്ല, ജപ്പാനിൽ ട്രേഡ് ചെയ്യൂല. ലോകത്തിൽ നമ്പർ 1, നമ്പർ 3, നമ്പർ 4 എക്കോണമി. നീ ശ്രമിയെ തൊടത്തില്ല. 3 പേര് ചൈനീസ് ശ്രമി എടുക്കാതെ എന്നിനെ സപ്ലൈ ചെയ്യുന്നവരും തൊടാതെ ഇരിക്കുകയാണെങ്കിൽ RMB വന്നിട്ട് ഒരു യൂണിവേഴ്സൽ കറൻസി ആകത്തില്ല. ഒരു യൂണിവേഴ്സൽ കറൻസി ആവണമെങ്കിൽ അത് ഒരു ലിബറൽ ഡെമോക്രസി ആയിട്ടിരിക്കണം. ചൈന ഒരു ലിബറൽ ഡെമോക്രസി അല്ല. നന്ദി, നമസ്കാരം.